നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ മണിക്കൂറിൽ പുറത്തുവരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് ആദ്യം. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരു മരണം. കൊല്ലം സ്വദേശിയായ സ്ത്രീയാണ് മരിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 11 ദിവസത്തിനിടെ 3 പേരാണ് സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചത്. MG പ്രതീഷ് തിരുവനന്തപുരത്തും ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. പ്രതീഷ്, എപ്പോഴാണ് മരണം സ്ഥിരീകരിച്ചത്? എപ്പോഴാണ് ഈ സ്ത്രീ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിയത്? പ്രജിൻ, സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 4 പേരാണ് ചികിത്സയിൽ ഉണ്ടായിരുന്നത്. അതിൽ ഒരാളുടെ മരണമാണ് ഇന്ന് വൈകിട്ട് സ്ഥിരീകരിച്ചത്. കൊല്ലം പട്ടാഴി സ്വദേശിയായ സ്ത്രീയാണ് മരിച്ചത്. 43 വയസ്സായിരുന്നു പ്രായം. ഈ സെപ്റ്റംബർ 23-ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് ഈ സ്ത്രീക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. തുടർന്ന് ഈ ചികിത്സയിൽ അവിടെ തുടരുകയായിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോഗ്യസ്ഥിതി ഗുരുതരമായി. ഇന്ന് ഉച്ചയോടുകൂടി മരണം സംഭവിച്ചു എന്നതാണ് ആശുപത്രിയിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ഈ ഒരു മാസത്തിനിടെ, അതായത് 11 ദിവസത്തിനിടെ 3 മരണമാണ് അമീബിക് മസ്തിഷ്ക ജ്വരമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. വലിയ ആശങ്ക ഇക്കാര്യത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇതോടുകൂടി തന്നെ ഈ വർഷം ഉണ്ടായ മരണങ്ങളുടെ എണ്ണം 24 ആയിട്ടുണ്ട്. 100ഓളം പേർക്കാണ് ഈ വർഷം സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇപ്പം ഈ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ 30ഓളം ആക്റ്റീവ് കേസുകളും നിലനിൽക്കുന്നുണ്ട്. വലിയ ജാഗ്രതാ മുന്നറിയിപ്പുകൾ ആരോഗ്യവകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ രോഗം സ്ഥിരീകരിച്ചാൽ മരണനിരക്ക് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ പെട്ടെന്ന് രോഗികൾ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നതും മരണം സംഭവിക്കുകയും ചെയ്യുന്നത്. എന്തായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 4 പേരിൽ ഒരാളുടെ മരണമാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രജിൻ, ശരി. MG പ്രതീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കേസ്. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താണ് കേസെടുത്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റി 1-ാം പ്രതിയാണ്. 9 ദേവസ്വം ജീവനക്കാരും കേസിൽ പ്രതികളാണ്. കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് കേസെടുത്തത്. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത 2 കേസുകളിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് 1-ാം പ്രതി. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരായിരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, മുൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി S ജയശ്രീ, മുൻ തിരുവാഭരണം കമ്മീഷണർമാരായ KS ബൈജു, RG രാധാകൃഷ്ണൻ, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർമാരായ D സുധീഷ് കുമാർ, VS രാജേന്ദ്ര പ്രസാദ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ K സുനിൽകുമാർ, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരായ S ശ്രീകുമാർ, K രാജേന്ദ്രൻ നായർ എന്നിവരാണ് മറ്റു പ്രതികൾ. കവർച്ച, ക്രിമിനൽ ഗൂഢാലോചന, വിശ്വാസവഞ്ചന, തട്ടിപ്പ് എന്നീ വകുപ്പുകളാണ് ചുമത്തിയത്. ഉദ്യോഗസ്ഥർക്കെതിരെ അഴിമതി നിരോധന വകുപ്പും ചുമത്തും. SIT സംഘം പത്തനംതിട്ട കേന്ദ്രീകരിച്ച് ക്യാമ്പ് ചെയ്ത നാളെ മുതൽ അന്വേഷണം ആരംഭിക്കും. സ്മാർട്ട് ക്രിയേഷൻസ് ഉൾപ്പെടെ കേസിൽ പ്രതിസ്ഥാനത്തുള്ള സാഹചര്യത്തിൽ സംസ്ഥാനത്തിന് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിക്കും. ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ അതേ രീതിയിൽ തന്നെ FIR-ലുമുണ്ട്. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കണക്കെടുപ്പ് ആരംഭിച്ച് ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് KT ശങ്കരൻ. ചെന്നൈയിൽ നിന്ന് അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി കൊണ്ടുവന്ന സ്വർണ്ണപ്പാളിയിൽ പരിശോധന നാളെ നടക്കും. ശബരിമല വിഷയത്തിൽ UDF-ന്റെ മേഖലാ ജാഥകൾ ഈ മാസം 18-ന് പന്തളത്ത് സമാപിക്കും. സ്ട്രോങ് റൂമിലുള്ള പ്രധാന ഉരുപ്പടികളുടെ മഹസർ പരിശോധിച്ചുള്ള കണക്കെടുപ്പാണ് ഇന്ന് നടന്നത്. സന്നിധാനത്തെ പരിശോധന നാളെയോടെ പൂർത്തിയാക്കി തിങ്കളാഴ്ച ആറന്മുളയിലെ പ്രധാന സ്ട്രോങ് റൂം പരിശോധിക്കാനാണ് നിലവിലെ തീരുമാനം. ജസ്റ്റിസ് KT ശങ്കറിനൊപ്പം ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ, തിരുവാഭരണം കമ്മീഷണർ സ്മിത്ത് ഉൾപ്പെടെയുള്ളവരുമുണ്ട്. സ്വർണ്ണമോഷണത്തിൽ വിരമിച്ച ഉദ്യോഗസ്ഥരായാലും കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണ സമിതി കണ്ടെത്തുന്ന ഒരാളെയും സംരക്ഷിക്കുവാനോ അല്ലെങ്കിൽ വെള്ളപൂശാനോ ദേവസ്വം ബോർഡില്ല. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിക്രമങ്ങളുമായി ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകുമെന്നാണ് പറയാനുള്ളത്. സ്വർണ്ണക്കൊള്ളയിൽ UDF-ന്റെ മേഖലാ ജാഥകൾ ഈ മാസം 14-ന് തുടങ്ങും. സ്വർണ്ണക്കൊള്ളയിൽ ഓരോ ദിവസവും പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വാർത്തകളെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ സർക്കാരിനെതിരെ വിവിധ സംഘടനകളുടെ പ്രതിഷേധം തുടരുകയാണ്. തൃശൂർ രാമപുരത്ത് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാനെത്തിയ 5 യുവമോർച്ച പ്രവർത്തകരെ പോലീസ് കരുതൽ തടങ്കലിലെടുത്തു. ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി VN വാസവന്റെ കോട്ടയത്തെ ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പത്തനംതിട്ട.
ശബരിമലയിൽ മാത്രമല്ല കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും മോഷണമുണ്ടെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഈഴവനെ വളരാനും വളർത്താനും അനുവദിക്കുന്നില്ല. ഇതിന്റെ ഭാഗമായാണ് ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നതെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഈ സ്വർണ്ണപ്പാളി അമ്പലത്തിന് മോഷണം ഒന്നാണ്. അത് ഈ അമ്പലത്തിൽ മാത്രമാണ്, കേരളത്തിലുള്ള എല്ലാ അമ്പലത്തിലും മോഷണമാണ്. ഇതെല്ലാം അന്വേഷിക്കണം. സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ശക്തമായ നടപടിക്ക്, ഹൈക്കോടതി തീരുമാനിച്ചിട്ടുണ്ട്. എന്നിട്ടും അസംബ്ലി കിടന്ന് അടിപൊളി നടത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? രാഷ്ട്രീയ ലക്ഷ്യമാണ്. ഇപ്പൊ പറയുന്നത് എന്താണ്? ആ രാജ്യമെന്നാണ് പറയുന്നത് ദേവസ്വം മന്ത്രി. ആ ദേവസ്വം മന്ത്രി ആരാണ്? ഈഴവനാണ്. എന്നും ഈഴവൻ രക്ഷപ്പെടാൻ ഒരു കാരണവശാലും സമ്മതിക്കാറുണ്ട്. ആർക്കെങ്കിലും തകർത്താരാ? ഈഴവനായ ഏത് പാർട്ടി ഗവൺമെന്റ് നിന്നാലും ഉടനെ ഇതിനാണ് സമ്മതിക്കുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്ക്. തൃശൂർ കുന്നംകുളത്ത് അതിഥി തൊഴിലാളികൾ തമ്മിലുള്ള സംഘർഷത്തിൽ ഒരാൾ കുത്തേറ്റു മരിച്ചു. ഒഡീഷ സ്വദേശി പിന്റുവാണ് മരിച്ചത്. മദ്യലഹരിയിൽ അതിഥി തൊഴിലാളികൾ തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു. പരിക്കേറ്റയാളെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. സൂരജ് സജി തൃശൂരിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സൂരജ്, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? എന്താണ് ഇവർ തമ്മിലുള്ള തർക്കത്തിന് കാരണമായത്? പ്രജിൻ, ഇന്ന് രാത്രി 10:30 മദ്യപിച്ചുണ്ടായ തർക്കമാണ് ഈ കൊലപാതകത്തിൽ കലാശിച്ചതെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരുമിച്ച് ഈ വീട്ടിൽ താമസിച്ചു വരികയായിരുന്നു. അതിനിടയിലാണ് ഈ മദ്യപിച്ച് ഈ തർക്കമുണ്ടാകുന്നത്. ഇതോടുകൂടി ഈ മദ്യപിച്ചുകൊണ്ടിരുന്ന ബിയർ കുപ്പി പൊട്ടിച്ച് പിന്നീട് ഈ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ ശരീരമാകെ കുത്തി പരിക്കേൽപ്പിച്ചു എന്നുള്ളതാണ് പോലീസ് തന്നെ വ്യക്തമാക്കുന്നത്. ചോര വാർന്നാണ് ഈ ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചിട്ടുള്ള ഒറീഷ സ്വദേശിയായിട്ടുള്ള പിന്റു 18 വയസ്സാണ്. പിന്റുവിന്റെ ശരീരത്തിൽ ആസകലം മുറിവുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഈ ശബ്ദം കേട്ടെത്തിയ നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് ഈ പിന്റുവിനെ ഈ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പക്ഷെ അതിനോടകം തന്നെ മരണം സംഭവിച്ചിരുന്നു. എന്തായാലും കുന്നംകുളം പോലീസ് ഇപ്പോൾ സംഭവ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പക്ഷേ ഒരാൾ പോലീസ് എത്തുന്ന അറിഞ്ഞ് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. അയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രജിത്ത്, ശരി. സൂരജ് സജിയാണ് വിശദാംശങ്ങൾ നൽകിയത് തൃശൂരിൽ നിന്ന്. ഷാഫി പറമ്പിൽ MP-ക്കെതിരായ ആക്രമണത്തിൽ പോലീസിനെതിരായ പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ്. പോലീസിനെതിരെ കടുത്ത വിമർശനമാണ് പേരാമ്പ്രയിലെ പ്രതിഷേധ സംഗമത്തിൽ ഉയർന്നത്. പോലീസിന്റെ എല്ലാ നടപടികളെയും 6 മാസം കഴിഞ്ഞാൽ UDF ചോദ്യം ചെയ്യുമെന്ന് KC വേണുഗോപാലിന്റെ മുന്നറിയിപ്പ്. പേരാമ്പ്ര DYSP-ക്കെതിരെ നടപടിയുണ്ടായില്ലെങ്കിൽ DYSP-യുടെ വീടിന് മുന്നിൽ പ്രതിഷേധം നടത്തുമെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺ കുമാർ വ്യക്തമാക്കി. സംസ്ഥാനത്തുടനീളം വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത്. MK രാഘവൻ MP-യുടെ നേതൃത്വത്തിലായിരുന്നു കോഴിക്കോട് IG ഓഫീസിന് മുന്നിൽ പ്രതിഷേധം. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും. ഷാഫി പറമ്പിൽ MP-ക്ക് മർദ്ദനമേറ്റ പേരാമ്പ്രയിൽ പ്രതിഷേധ സംഗമം നടത്തിയാണ് UDF പോലീസിനും CPIM-നും മറുപടി നൽകിയത്. മിസ്റ്റർ ബൈജു മോനെ, ആ കാക്കിക്കുപ്പായം അവിടെ വെച്ചിട്ടുണ്ടല്ലോ. ജീവിതാവസാനം വരെ പിണറായി മുഖ്യമന്ത്രിയാവുന്നുള്ള മോഹം ആരെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ 6 മാസം കഴിഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾ കാണും. DCC പ്രസിഡന്റ് K പ്രവീൺ കുമാറും പോലീസിനെതിരായ പ്രതിഷേധം കടുപ്പിച്ചു. ഞാൻ ഒത്തിരി തവണ പോയി ഇവരോട് അപേക്ഷിച്ചു. ആ കാട്ടുകള്ളൻ സുനിലുള്ള DYSP-യോട് നാടൻ ഭാഷയെ പറഞ്ഞാൽ ഞാൻ പറയാൻ പാടില്ല, പേരുകെട്ട എരപ്പനോട് ഞാൻ ചോദിച്ചവനോട്, അറിയോ, ഞങ്ങളൊന്ന് ജാഥ വന്ന് പോയിക്കോട്ടെ, ബസ് സ്റ്റാൻഡിലും കൂടി പോയിക്കോട്ടെ. ഇന്ന് KC പറഞ്ഞില്ലേ, എന്നോട് പറയും അങ്ങോട്ട് പോണ്ട, 10-50 ആൾക്കാരുണ്ട് കുന്തം കുടച്ചൊക്കെ എടുക്കുന്നത് പോലെ. അപ്പൊ ഞാൻ ചോദിച്ചാൽ സുല്ല ഉളുപ്പുണ്ടോ നിനക്ക് ഈ തൊപ്പിയും വെച്ചത് പറയാൻ? തൃശൂരിൽ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എറണാകുളം തോപ്പുംപടിയിലും മട്ടാഞ്ചേരിയിലും ഫോർട്ട് കൊച്ചിയിലും മുഖ്യമന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി.
കാസർഗോഡ് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ഓഫീസിലേക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. വയനാട് കൽപ്പറ്റയിലും കോൺഗ്രസ് പ്രതിഷേധ പ്രകടനം നടത്തി. വടകര റൂറൽ SP KE ബൈജുവിന്റെ ചേർത്തലയിലെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. കോലം കത്തിക്കാനെത്തിയ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. കോഴിക്കോട് പേരാമ്പ്രയിലുണ്ടായ സംഘർഷത്തിനിടെ ഷാഫി പറമ്പിൽ MPയെ മർദ്ദിച്ചിട്ടില്ലെന്ന പോലീസ് വാദം പൊളിയുന്നു. ഷാഫിയുടെ തലയ്ക്ക് ലാത്തി കൊണ്ടടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഷാഫിയുടെ മൂക്കിന്റെ 2 എല്ലുകൾക്ക് പൊട്ടലുണ്ട് എന്നാണ് മെഡിക്കൽ ബുള്ളറ്റിൻ. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ലോക്സഭാ സ്പീക്കർക്ക് കത്തയച്ചു. പേരാമ്പ്രയിലെ സംഘർഷത്തിനിടയിൽ ഷാഫി പറമ്പിൽ MPക്കെതിരെ ലാത്തി പ്രയോഗിച്ചിട്ടില്ല എന്നായിരുന്നു കോഴിക്കോട് റൂറൽ SPയുടെ പ്രതികരണം. ആ വാദം പൊളിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. അതിക്രമത്തിൽ മൂക്കിന്റെ 2 എല്ലുകൾക്ക് പൊട്ടലുണ്ട്. ICUവിൽ നിരീക്ഷണത്തിൽ കഴിയുന്ന ഷാഫിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. ഷാഫിയുടെ ചോര നിലത്ത് വീണിട്ടുണ്ടെങ്കിൽ അതിന് പ്രതികാരം ചോദിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. എല്ലാ വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ, പോലീസ് സർക്കാരിന്റെ താല്പര്യം നോക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള ഒരു ക്രൂരമായ മർദ്ദനം അഴിച്ചുവിട്ടത്. ഷാഫി പറമ്പിലിന്റെ ചോര നിലത്ത് വീണിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതികാരം ചോദിക്കുക തന്നെ ചെയ്യും, ഒരു സംശയമില്ല. ഷാഫി പറമ്പിൽ കലാപം അഴിച്ചുവിട്ട രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നുവെന്നാണ് ഇടത് നേതാക്കളുടെ ആരോപണം. സംഘർഷത്തിന്റെ ഭാഗമായിട്ട് ഒരു കേന്ദ്രത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നാൽ ആ സന്ദർഭത്തിൽ ഉണ്ടാകുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടാവും. അതിനെ നേരിടാനുള്ള തന്റെ ഇടവും അതും ആവശ്യമുള്ള ഒരു ഊർജവും വേണം. പോലീസ് അതിക്രമത്തിനെതിരെ കൊടിക്കുന്നിൽ സുരേഷ് MP ലോക്സഭാ സ്പീക്കർക്ക് പരാതി നൽകി. സംഘർഷവുമായി ബന്ധപ്പെട്ട ഷാഫി പറമ്പിൽ കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ ഉൾപ്പെടെ 8 പേർക്കും കണ്ടാലറിയാവുന്ന 692 കോൺഗ്രസ് പ്രവർത്തകർക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട്. 501 CPIM പ്രവർത്തകർക്കെതിരെയും കേസുണ്ട്. 24 കോഴിക്കോട്. ഇപ്പോൾ വരുന്നൊരു സുപ്രധാനമായ വാർത്തയിലേക്ക്. ഗസയിലെ സമാധാന പദ്ധതിയിൽ ഹമാസിന്റെ നിലപാടിൽ അവ്യക്തത തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ ചില സൂചനകൾ കൂടി ഇപ്പോൾ പുറത്തുവരുന്നു. നാളെ നടക്കുന്ന സമാധാന കരാറുമായി ബന്ധപ്പെട്ട ഒപ്പുവെക്കൽ ചടങ്ങിൽ ഹമാസ് നേരിട്ട് പങ്കെടുക്കില്ല എന്ന ചില സൂചനകൾ ഇപ്പോൾ പുറത്തുവരികയാണ്. AFP എന്ന വാർത്താ ഏജൻസിക്ക് ഇതുമായി ബന്ധപ്പെട്ട പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം ഹൊസാം ബദ്രാൻ നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അതിൽ കൃത്യമായി തന്നെ പറയുന്നു, വാർത്താ ഏജൻസിയായ AFPക്ക് നൽകിയ അഭിമുഖത്തിൽ ബദ്രാൻ ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈജിപ്ത് നടക്കുന്ന ചടങ്ങിൽ നിന്ന് ഹമാസ് വിട്ടുനിൽക്കും എന്നാണ് ഹൊസാം ബദ്രാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ശ്രീജിത്ത് ബാലകൃഷ്ണൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നു. ശ്രീജിത്ത്, ഗസയിലെ സമാധാനം അത് പുലർന്നു കഴിഞ്ഞു എന്ന സമാധാനത്തിലായിരുന്നു ലോകം. പക്ഷേ ഇപ്പോൾ ഹമാസിന്റെ ഈ നിലപാട് മാറ്റം അല്ലെങ്കിൽ അതിലെ അവ്യക്തത അതെന്തുകൊണ്ടാണ്? നാളത്തെ ചടങ്ങിൽ നിന്നും മാറി നിൽക്കുന്നു, ഒപ്പം അവിടെ നിയന്ത്രണം പുനഃസ്ഥാപിക്കുന്ന നടപടികളിലേക്ക് ഹമാസ് കടക്കുന്നു. ആകെ മൊത്തം വീണ്ടും പ്രശ്നത്തിലേക്ക് പോവുകയാണോ ആ മേഖല? പ്രജിൻ, നമുക്കറിയാവുന്ന പോലെ തന്നെയാണ് ഇസ്രായേലിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഗസയിലെ കാര്യങ്ങൾ. ഹമാസിനെ സംബന്ധിച്ച് അവർ ഇപ്പോഴും ഒരു വ്യക്തമായ നിലപാട് ഇക്കാര്യത്തിൽ ഇതുവരെയും പറഞ്ഞിരുന്നില്ല. പക്ഷേ അവരാകെ പറഞ്ഞിരുന്നൊരു കാര്യം ബന്ദികളെ മോചിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന കാര്യം മാത്രമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് നിരായുധീകരണമോ ഗസയിലെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗസയിൽ അധികാരം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും ഇതുവരെയും ഹമാസ് ഒരു നിലപാട് വ്യക്തമാക്കിയിരുന്നില്ല. ഇപ്പോഴാണ് അതിനുശേഷമാണ് ഈ കരാറിലേക്ക് പോകുന്നതും കരാർ നിർബന്ധ ബുദ്ധി നടപ്പാക്കണമെന്ന് ബെഞ്ചമിൻ നെതന്യാഹുവും ട്രംപും ഒക്കെ ആവശ്യപ്പെടുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ ഖത്തർ ഈജിപ്തും ചേർന്ന് മധ്യസ്ഥ ശ്രമങ്ങളും ചർച്ചകളും പുരോഗമിക്കുകയും ചർച്ചകളൊക്കെ നടക്കുകയും ചെയ്തു. അങ്ങനെ ഒടുവിലാണ് വെടിനിർത്തൽ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഭാഗത്തുള്ള വെടിനിർത്തൽ നടപ്പാക്കാൻ തയ്യാറാണ് എന്ന് ട്രംപ് പറയുകയും അതിനുശേഷം ബന്ദികളെ മോചിപ്പിക്കാമെന്ന് ഹമാസ് പറയുകയും ചെയ്തു. അങ്ങനെ വാക്കാൽ രണ്ട് പക്ഷവും ഏതാണ്ട് കരാറിന്റെ ഒരു സാധാരണഗതിയിലേക്ക് അല്ലെങ്കിൽ കരാർ നടപ്പാക്കുന്നതിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏതാണ്ട് വരും ദിവസങ്ങളിൽ ഈ ആഴ്ചകളിൽ തന്നെ കരാർ ഒപ്പിടുമെന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ വരികയും ട്രംപ് നാളെയോ മറ്റന്നാളോ ഈജിപ്ത് എത്തുകയും കരാറിൽ ഒപ്പിടാൻ എല്ലാവരെയും ക്ഷണിക്കുകയും ചെയ്തു. അത് മാത്രമല്ല ഫ്രഞ്ച് പ്രസിഡന്റ് കൂടി അവിടേക്ക് എത്തുന്നു. അങ്ങനെ വലിയ രൂപത്തിൽ ലോകം മുഴുവൻ ഒന്നാകെ വലിയ ആശയോടുകൂടി കാത്തിരുന്ന അല്ലെങ്കിൽ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു സംഭവമാണ്. അതിനപ്പുറത്തേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വാർത്താ ഏജൻസിയായ AFPക്ക് നൽകിയ അഭിമുഖത്തിലാണ് പൊളിറ്റിക്കൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹമാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡർ കൂടിയായിട്ടുള്ള ഹൊസാം ബദ്രാൻ പറയുന്നത്, ഞങ്ങൾ ഇതിൽ ഔദ്യോഗികമായി പങ്കെടുക്കേണ്ട കാര്യമില്ല, ഈ ഒപ്പുവെക്കലിൽ ഞങ്ങൾ ഔദ്യോഗികമായി പങ്കെടുക്കേണ്ട കാര്യമില്ല. കാരണം ഞങ്ങൾ 2 മധ്യസ്ഥന്മാർ മുഖേനയാണ് ഈ ചർച്ചയുടെ ഭാഗമായത്. അത് ഈജിപ്തും ഖത്തറുമാണ് ഈ ചർച്ചയുടെ മധ്യസ്ഥന്മാർ. അവർ വഴിയാണ് ഞങ്ങൾ ചർച്ചയുടെ ഭാഗമായത്. അല്ലെങ്കിൽ ഈ മധ്യസ്ഥ
ചർച്ചയുമായി മുന്നോട്ട് പോയത് ഈജിപ്തും ഖത്തറും ഉള്ളതുകൊണ്ടാണ്. അല്ലാതെ ഇസ്രായേലിനെയോ ട്രംപിനെയോ കണ്ടിട്ടല്ല ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നത്. അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഇതിന്റെ ഔദ്യോഗിക ഭാഗമല്ല, ഔദ്യോഗികമായി ഞങ്ങൾ ഇതിൽ ഒപ്പിടേണ്ട കാര്യവുമില്ല എന്ന രൂപത്തിലേക്കാണ് ഇപ്പോൾ ഹൊസൈൻ ബദ്രാമിന്റെ ഭാഗത്തു നിന്നും ഒരു നിലപാട് വന്നിട്ടുള്ളത്. തൊട്ട് മുൻപ് ഏതാണ്ട് 4 മണിക്കൂറുകൾക്ക് മുമ്പ് വന്ന വലിയൊരു വാർത്ത എന്ന് പറയുന്നത് ഈ ഹമാസ് ഗസയിൽ വീണ്ടും അവരുടെ നിയന്ത്രണം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് 7000-ഓളം അവരുടെ സായുധ പോരാളികളെ വീണ്ടും തിരിച്ചു വിളിക്കുന്നു. ഇസ്രായേൽ അവിടെ നിന്ന് പിന്മാറുന്ന, അല്ലെങ്കിൽ ഇസ്രായേൽ അവിടെ നിന്ന് പിന്മാറുന്ന സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായും ഹമാസും അവിടെ നിന്ന് പിന്മാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുപക്ഷവും ഗസയിൽ നിന്ന് പിന്മാറുന്ന സാഹചര്യമായിരുന്നു ഏതാണ്ട് കുറച്ച് മുമ്പ് വരെ ഉണ്ടായിരുന്നത്. പക്ഷേ വാർത്തകൾക്ക് ഈ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തത വരുന്നത് ഹമാസ് വീണ്ടും അവിടേക്ക് തിരിച്ച് അവരുടെ സായുധ പോരാളികളെ കൊണ്ടുവരുന്നത് മാത്രമല്ല, ഗസയിലെ അധികാരം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 5 മേഖലകളാക്കി തിരിച്ചുകൊണ്ട്, ഗസയെ 5 മേഖലകളാക്കി തിരിച്ചുകൊണ്ട് സായുധ ഗവർണർമാർക്ക് അധികാരം കൊടുക്കുന്ന രൂപത്തിലേക്ക് കൂടി ഹമാസ് കാര്യങ്ങൾ തീരുമാനിച്ചു. ആ ഘട്ടത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത കൂടി ഉള്ളത്. നാളെ ഇപ്പോൾ ട്രംപ് പശ്ചിമേഷ്യയിലേക്ക് എത്തുകയാണ്. ഈ സമാധാന കരാറുമായി ബന്ധപ്പെട്ട് ആ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുകയാണ്. ആ സമയത്താണ് ഹമാസിന്റെ ഈ നിലപാട് മാറ്റം, അല്ലെങ്കിൽ നിലപാടിൽ അവർ വീണ്ടും പിന്നാക്കം പോകുന്നു എന്ന വസ്തുതയുള്ളത്. ആ സാഹചര്യം, അതിൽ എങ്ങനെയായിരിക്കും ട്രംപ് പ്രതികരിക്കുക? കാരണം നേരത്തെ പലതരത്തിലുള്ള മുന്നറിയിപ്പുകൾ ഹമാസിന് നൽകിയതാണ്, അന്ത്യശാസ്ത്രം നൽകിയതാണ്. ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നില്ല എങ്കിൽ അതിന്റെ പരിണിത ഫലം രൂക്ഷമായിരിക്കുമെന്ന മുന്നറിയിപ്പുകൾ നൽകിയതാണ്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം, അതിലെങ്ങനെയായിരിക്കും അമേരിക്കയുടെ പ്രതികരണം? തീർച്ചയായും പ്രജിൻ പറഞ്ഞത് വളരെ അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. കാരണം ഉന്മൂലനം എന്ന വാക്കാണ് ഹമാസിന് നേരെ ട്രംപ് ഉപയോഗിച്ചത്. അന്ത്യശാസനം 3 തവണയാണ് കൊടുത്തത്. അതിന് ആ അവസാനത്തെ അന്ത്യശാസനത്തിലാണ് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ചില്ല എങ്കിൽ, അതായത് ഈ 20 കരാർ അംഗീകരിക്കാൻ ഹമാസ് തയ്യാറായില്ലെങ്കിൽ, അത് ഏറ്റവും പ്രധാനം നിരായുധീകരണവും ഗസയിൽ നിന്നും പൂർണ്ണമായും പിൻവാങ്ങലുമാണ്. ഈ കാര്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യും. ലോകം ഇന്നുവരെ കാണാത്ത രൂപത്തിലുള്ള ആക്രമണം ഹമാസ് നേരിടേണ്ടി വരുമെന്നാണ് ട്രംപ് പറഞ്ഞിരുന്നത്. അതേ വാക്കുകൾ തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു ഉപയോഗിച്ചിരുന്നത്. ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുക, ഹമാസിനെ ഗസയുടെ അധികാരത്തിൽ നിന്നും മാറ്റി നിർത്തുക, അങ്ങനെ ഗസയുടെ അധികാരം പൂർണ്ണമായും ഒരു സ്വതന്ത്ര ഏജൻസിക്ക് ഏൽപ്പിക്കുക എന്ന രൂപത്തിലേക്കാണ് ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവും കാര്യങ്ങൾ തീരുമാനിച്ചത്. പക്ഷേ ഇപ്പോൾ ഈ നിലപാട് മാറ്റം ഹമാസിന് വലിയ ദോഷം ചെയ്യാനാണ് സാധ്യത. കാരണം ഹമാസ് അവിടേക്ക് 7000-ലധികം സായുധ പോരാളികളെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഇതുവരെ പ്രതീക്ഷിച്ചിരുന്ന, നമ്മൾ ലോകം മുഴുവൻ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ ഗസയിലെ സമാധാനമാവും ഒരുപക്ഷെ ഇല്ലാതാവുക. അത് മാത്രമല്ല, ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുള്ള ആക്രമണം, ഇസ്രായേൽ കാത്തിരിക്കുന്ന പോലും ഈ കഴിഞ്ഞ ദിവസം പോലും ട്രംപ് പറഞ്ഞതുകൊണ്ടാണ് പിന്മാറി നിൽക്കുന്നത്. ആ പിന്മാറി നിൽക്കുന്ന ഇസ്രായേൽ പരിപൂർണമായി തിരിച്ച് ഈ സായുധ പോരാളികൾക്ക് നേരെ ഒരു വലിയ ആക്രമണത്തിന് മുതിരാൻ ഇസ്രായേലിന് ഒരു മടിയും ഉണ്ടാകില്ല. അങ്ങനെ ഗസ വീണ്ടും അശാന്തിയിലേക്ക് പോകാനായിരിക്കും സാധ്യത. പ്രജിൻ, എന്തായാലും ഹമാസിന്റെ ഈ നിലപാട് മാറ്റം, ഈ നിലപാടിലെ വ്യക്തതയില്ലായ്മയാണ് ഈ മണിക്കൂർ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി മാറുന്നത്. ശ്രീത് ബാലകൃഷ്ണനാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്. പാലക്കാട് നിന്ന് വരുന്ന വാർത്തയിലേക്കാണ്. പാലക്കാട് അട്ടപ്പാടി കോട്ടത്തറ താലൂക്ക് ട്രൈബൽ ആശുപത്രിയിൽ വൈദ്യുതി ഇല്ലാതായിട്ട് 2 മണിക്കൂർ പിന്നിടുകയാണ്. പകരം സംവിധാനം ഏർപ്പെടുത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. പ്രധാന വാർഡുകളിലും വൈദ്യുതി ഇല്ലാത്ത അവസ്ഥ. മണ്ണാർക്കാട് നിന്ന് ജനറേറ്റർ എത്തിക്കാനാണ് നിലവിലെ തീരുമാനം. ആശുത്തുൽ ഷംന പാലക്കാട് നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. ഷംന, ആ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രികളിൽ ഒന്നാണ്, അല്ലെങ്കിൽ ഒരേ ഒരു ആശുപത്രിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെയാണ് ഇപ്പോൾ ഈ വൈദ്യുതി മുടക്കം, അല്ലെങ്കിൽ വൈദ്യുതി ഇല്ലാത്ത സ്ഥിതി ഉള്ളത്. എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ഇതിനോടകം എന്തെങ്കിലും നീക്കം അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ? നിലവിൽ ആശുപത്രിയിലെ വൈദ്യുതി സംവിധാനം നിലച്ചിട്ട് 3 മണിക്കൂർ ആവുകയാണ്. ഇതുവരെയും ബദൽ സംവിധാനം ഒരുക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. ഈ ജനറേറ്റർ പ്രവർത്തിക്കാത്തതോടുകൂടിയാണ് ICU അടക്കമുള്ള പ്രവർത്തനങ്ങളെ കാര്യമായി തന്നെ ബാധിച്ചത്. നിലവിൽ ഇപ്പോൾ ആശുപത്രിയിൽ 100 kV പവറുള്ള ഒരു ജനറേറ്റർ സംവിധാനമാണ് വേണ്ടത്. ഇത് അട്ടപ്പാടിയിൽ നിന്നും എത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് മണ്ണാർക്കാട് നിന്ന് എത്തിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഇതോടുകൂടി ജനറേറ്റർ ഇപ്പോൾ മണ്ണാർക്കാട് നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഉടൻ തന്നെ ആശുപത്രിയിൽ ഈ സംവിധാനം എത്തിക്കാൻ കഴിയുമെന്നാണ് അധികൃതർ പങ്കുവെക്കുന്നത്. എന്തായാലും ഈ മണിക്കൂറുകളോളമായി ഇപ്പോൾ ആശുപത്രിയിൽ കറണ്ടില്ല. പാലക്കാട് നിന്നുള്ള വൈദ്യുതി അത് നിലച്ചതോടു കൂടിയാണ് അട്ടപ്പാടി ആശുപത്രി, താലൂക്ക് ട്രൈബൽ ആശുപത്രി പ്രവർത്തനം നിലച്ചത്. പ്രജിത്, ശരി. ആശുത്തുൽ ഷംനയാണ് പാലക്കാട് വിശദാംശങ്ങൾ നൽകിയത്. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ വീണ്ടും കരിപ്രസാദ വിതരണം വിവാദത്തിലായി. ശാന്തിക്കാർ താമസിക്കുന്ന കെട്ടിടത്തിന് മുകളിൽ നിന്ന് വിതരണത്തിനായി തയ്യാറാക്കിയ കരിപ്രസാദം പിടികൂടി. വാടകയ്ക്കെടുത്ത കെട്ടിടത്തിൽ കൂലിക്ക് ആളെ വെച്ച് പ്രസാദം നിർമ്മിച്ചതിൽ ദേവസ്വം ബോർഡ് ഇന്നലെ വിശദീകരണം തേടിയിരുന്നു. മേൽശാന്തി വാടകയ്ക്കെടുത്ത വീട്ടിൽ ക്ഷേത്രത്തിലെ പ്രസാദം തയ്യാറാക്കിയത് ഇന്നലെ വലിയ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു. വിഷയത്തിൽ റിപ്പോർട്ട് തേടിയെന്നും കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് വ്യക്തമാക്കി. ഇതിന് പിന്നാലെയാണ്
ശാന്തിക്കാർ താമസിക്കുന്ന കെട്ടിടത്തിന് മുകളിൽ നിന്ന് കരിപ്രസാദ നിർമ്മാണം നടത്തുന്നുവെന്ന വാർത്ത പുറത്തു വന്നത്. 1.5 മണിക്കൂറായി, 1.5-2 മണിക്കൂറായി ഉന്നത അധികാരികൾ വിഷയത്തിൽ ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇന്നലെ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ നടത്തിയ പരിശോധനയിൽ വാടക വീട്ടിൽ നിന്ന് മദ്യക്കുപ്പികളും കണ്ടെത്തിയിരുന്നു. സംഭവത്തിൽ ദേവസ്വം വിജിലൻസും അന്വേഷണം ആരംഭിച്ചു. 24 കൊല്ലം. ചികിത്സാ പിഴവിനെ തുടർന്ന് നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയ സംഭവത്തിൽ അർഹമായ നഷ്ടപരിഹാരവും സർക്കാർ ജോലിയും വേണമെന്ന് സുമയ്യ. ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ നിയമപരമായി മുന്നോട്ടു പോകും. ശസ്ത്രക്രിയ നടത്താനുള്ള നീക്കം ഉപേക്ഷിച്ചത് വിദഗ്ധ ഡോക്ടേഴ്സിന്റെ പരിശോധനയ്ക്ക് ശേഷമാണ്. ഇന്നലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിദഗ്ധ സംഘം നടത്തിയ 2 ശസ്ത്രക്രിയകളിലും ഗൈഡ് വയർ പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല. വയർ പുറത്തെടുത്താൽ സുമയ്യയുടെ ജീവന് തന്നെ അപകടമുണ്ടാകുമെന്ന് സ്ഥിരീകരിച്ചതോടെയാണ് ശ്രമം ഉപേക്ഷിച്ചത്. തുടർന്ന് സുമയ്യയെ ഡിസ്ചാർജ് ചെയ്തു. നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സുമയ്യയുടെയും കുടുംബത്തിന്റെയും തീരുമാനം. ഇത് 2 അറ്റവും താഴ്ഭാഗത്തും മുകൾ ഭാഗത്തും ഇത് ഒട്ടിപ്പോയി, അല്ലാതെ ബാക്കിയുള്ളിടം ഒട്ടിയിട്ടില്ല. അപ്പോൾ ഇത് എടുക്കണ്ട, അതവിടെ ഇരുന്നോട്ട് റിസ്ക് ആണെന്ന് പറഞ്ഞു, അതുകൊണ്ട് എടുത്തില്ല. നിയമമായിട്ട് മുന്നോട്ട് പോകാം. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ തൈറോയ്ഡ് ഗ്രന്ഥി നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയക്കിടെയാണ് ഗൈഡ് വയർ സുമയ്യയുടെ നെഞ്ചിൽ കുടുങ്ങിയത്. ശസ്ത്രക്രിയക്കിടെയുണ്ടായ പിഴവ് കാരണം വർഷങ്ങളായി സുമയ്യ ശ്വാസതടസ്സം ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുകയാണ്. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ രാജീവ് കുമാറിനെതിരെ കേസ് എടുത്തതല്ലാതെ ആരോഗ്യവകുപ്പ് ഒരു തരത്തിലുള്ള നടപടിയും എടുത്തില്ലെന്ന് സുമയ്യയും കുടുംബവും ഇപ്പോഴും ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം. ഭിന്നശേഷി അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സമവായ നീക്കവുമായി സർക്കാർ. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തി. ഈ മാസം 13-ന് ചേർന്ന ഉന്നതതല യോഗത്തിൽ വിഷയം വിശദമായി ചർച്ച ചെയ്യുമെന്ന് മന്ത്രി വ്യക്തമാക്കി. ഭിന്നശേഷി സംവരണത്തിൽ സർക്കാരിനെ അതിരൂക്ഷമായിട്ടാണ് സഭകൾ വിമർശിച്ചത്. വിരട്ടൽ വേണ്ടെന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ മറുപടി. പ്രശ്നം രൂക്ഷമായതോടെയാണ് യു-ടേൺ എടുക്കാൻ സർക്കാർ തീരുമാനിച്ചത്. അനുനയ നീക്കത്തിന്റെ ഭാഗമായി ആദ്യം KCBC അധ്യക്ഷൻ ക്ലെമിസ് ബാവയുമായി വിദ്യാഭ്യാസ മന്ത്രി ചർച്ച നടത്തി. പിന്നാലെയാണ് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് തറയിലിനെ കണ്ടത്. 13-ാം തീയതി നടക്കുന്ന ഉന്നതതല യോഗത്തിൽ പ്രശ്നം പരിഹരിക്കുമെന്ന് ബിഷപ്പിന് മന്ത്രിയുടെ ഉറപ്പ്. ചർച്ചയിലൂടെ പ്രശ്നത്തിന് പരിഹാരം കാണും. അതിന് ബന്ധപ്പെട്ട ആൾക്കാരുടെ യോഗം 13-ാം തീയതി വിളിച്ചിട്ടുണ്ട്. ആ വിവരങ്ങൾ ബഹുമാനപ്പെട്ട തിരുമേനിയായിട്ട് ചർച്ച ചെയ്തു. പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയതായി ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ. വളരെ ഗൗരവമായിട്ട് തന്നെ ഈ പ്രശ്നത്തെ എടുക്കുകയും അതിനെ കേവലം ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മാത്രം ഒരു പ്രശ്നമല്ല, പൊതുസമൂഹത്തിന്റെ പ്രശ്നമാണ്. പൊതുവിദ്യാഭ്യാസത്തെ തളർത്തുന്ന ഒരു നടപടിയാണ് അധ്യാപകർക്ക് ശമ്പളമില്ലാതിരിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവരതിനെ വളരെ ക്രിയാത്മകമായിട്ട് അതിനോട് പ്രതികരിക്കുന്നു എന്ന് കാണുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അത് ഫലവത്താവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുക. കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി MP-യും ചർച്ചയിൽ പങ്കെടുത്തു. സഭയെ കൂടുതൽ വെറുപ്പിച്ചാൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ മധ്യ കേരളത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളൊരു വിലയിരുത്തൽ കൂടിയുണ്ട്. അതുകൊണ്ടാണ് കേരള കോൺഗ്രസ് M നേതാവായ ജോസ് കെ മാണി തന്നെ ഈ കൂടിക്കാഴ്ചയ്ക്ക് ചുക്കാൻ പിടിച്ചതും. എന്തായാലും ഈ പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്ന സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. ടൂറിസം മേഖലയ്ക്ക് മുതൽക്കൂട്ടായി കൊച്ചി വാട്ടർ മെട്രോയുടെ 2 ടെർമിനലുകൾ കൂടി തുറന്നു. മട്ടാഞ്ചേരി, വെല്ലിംഗ്ടൺ ടെർമിനലുകളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. 9 വിദേശ രാജ്യങ്ങളിൽ നിന്ന് വാട്ടർ മെട്രോയെക്കുറിച്ച് അന്വേഷണം എത്തിയെന്ന് KMRL MD ലോക്നാഥ് ബെഹ്റ 24-നോട് പറഞ്ഞു. വാട്ടർ മെട്രോയുടെ 12ാമത് റൂട്ടാണ് മട്ടാഞ്ചേരി വില്ലിംഗ്ടൺ ഐലൻഡ് സർവീസ്. പൂർണ്ണമായും വെള്ളത്തിലാണ് മട്ടാഞ്ചേരിയിലെ ടെർമിനൽ നിർമ്മിച്ചിരിക്കുന്നത്. പശ്ചിമ കൊച്ചിയിലെ ടൂറിസം മേഖലയ്ക്ക് കരുത്താകും പുതിയ ടെർമിനലുകളെന്ന് മുഖ്യമന്ത്രി. ഫോർട്ട് കൊച്ചിയും മട്ടാഞ്ചേരിയും ഒക്കെ അടങ്ങുന്ന പൈതൃക പ്രദേശങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണിയായി വാട്ടർ മെട്രോ മാറുകയാണ്. അത് ടൂറിസം രംഗത്തിന് വലിയ ഉണർവ് നൽകും. ആഗോള നിലവാരമുള്ള ജലഗതാഗത സംവിധാനമാണ് നാം ഒരുക്കിയിട്ടുള്ളത്. മട്ടാഞ്ചേരി ടെർമിനലിൽ നിന്ന് വില്ലിംഗ്ടൺ ഐലൻഡിലേക്ക് മുഖ്യമന്ത്രി വാട്ടർ മെട്രോയിലാണ് എത്തിയത്. കേരളത്തിന്റെ അഭിമാന പദ്ധതി വിദേശ രാജ്യങ്ങളെ പോലും അത്ഭുതപ്പെടുത്തിയെന്ന് KMRL MD ലോക്നാഥ് ബെഹ്റ. ഇറ്റ് ഈസ് ഗുഡ്, നന്നായി. പിന്നെ അവരെ രണ്ടും ക്രിട്ടിക്കലി ലൊക്കേറ്റഡ് ആണോ, ഇമ്പോർട്ടൻറ്റ് ടെർമിനൽ ആണോ, ഒത്തിരി ആൾക്കാർക്ക് ഒരുപാട് സഹായിക്കും.
ഞാൻ പറഞ്ഞ പോലെ ഇനി ടെർമിനൽസ് ഉണ്ടാക്കണം. വിദേശത്തിലെ ഒരു 9 കൺട്രീസ് ഹാവ് സെൻറ്റ് റിക്വസ്റ്റ്. ഞങ്ങളത് പരിശോധിച്ചുകൊണ്ടിരിക്കും. നല്ല കൺട്രീസ്, അഡ്വാൻസ് കൺട്രീസ് ഓൾസോ ദേ വാണ്ട്. ഇടക്കൊച്ചി തോപ്പുംപടി ടെർമിനലുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ടെൻഡർ നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. കൊച്ചിയിലെ ദ്വീപ് സമൂഹങ്ങളെ ബന്ധിപ്പിച്ച് 38 ടെർമിനലുകളിലാണ് കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് ഉണ്ടാവുക. 24 കൊച്ചി. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജന ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. കോൺഗ്രസ് നേതാക്കളുമായി തേജസ്വി യാദവ് നാളെ കൂടിക്കാഴ്ച നടത്തും. ബിജെപി ദേശീയ അധ്യക്ഷൻ JP നഡ്ഡയുമായി ഹിന്ദുസ്ഥാനി ആവാമി മോർച്ച നേതാവ് ജിതിൻ റാം മാഞ്ചി കൂടിക്കാഴ്ച നടത്തി. കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടതായാണ് സൂചനകൾ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ അവസാനഘട്ട ചർച്ചയിലാണ് മുന്നണികൾ. മഹാസഖ്യത്തിൽ RJD കോൺഗ്രസ് സീറ്റ് ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. RJD നേതാവ് തേജസ്വി യാദവ് നാളെ ഡൽഹിയിലെത്തി കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. 135 ഇടങ്ങളിൽ RJDയും 50 മുതൽ 55 വരെ സീറ്റുകളിൽ കോൺഗ്രസും മത്സരിച്ചേക്കും. CPIML 25 സീറ്റും CPIക്കും CPIMനും 6 വീതം സീറ്റുകളുമാണ് ധാരണ. സിറ്റിംഗ് സീറ്റുകളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ CPIM കേന്ദ്ര നേതൃത്വം നിർദ്ദേശം നൽകി. സീറ്റ് വിഭജന ചർച്ചകൾ വൈകുന്ന സാഹചര്യത്തിലാണ് നിർദ്ദേശം. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയുമായി ഹിന്ദുസ്ഥാനി ആവാം മോർച്ച നേതാവ് ജിതിൻ റാം മാഞ്ചി കൂടിക്കാഴ്ച നടത്തി. 10 സീറ്റുകളെങ്കിലും ലഭിക്കണമെന്നാണ് ആവശ്യം. 40 സീറ്റുകൾ ആവശ്യപ്പെട്ട ചിരാഗ് പസ്വാന്റെ ലോക് ജനശക്തി പാർട്ടിക്ക് 26 സീറ്റുകൾ നൽകാൻ ധാരണയായതായാണ് വിവരം. വഴങ്ങാൻ തയ്യാറാകാതിരുന്ന ചിരാഗ് പസ്വാന് BJP പല വാഗ്ദാനങ്ങളും നൽകിയതായും സൂചനയുണ്ട്. 24 ഡൽഹി. പശ്ചിമബംഗാളിൽ മെഡിക്കൽ വിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗം ചെയ്തു. ഒഡീഷ സ്വദേശിയായ 23-കാരിയാണ് ബലാത്സംഗത്തിന് ഇരയായത്. പെൺകുട്ടിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷനും സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ബംഗാളിലെ ദുർഗാപൂരിൽ വെള്ളിയാഴ്ച രാത്രിയായിരുന്നു സംഭവം. ഭക്ഷണം കഴിക്കാനായി സുഹൃത്തിനൊപ്പം ക്യാമ്പസിന് പുറത്തേക്കിറങ്ങിയ 23-കാരിയാണ് ബലാത്സംഗത്തിനിരയായത്. 3-അംഗ സംഘം യുവതിയെ പിന്തുടർന്നു. യുവതിക്കൊപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ഭയന്നോടി രക്ഷപ്പെട്ടു. പിന്നാലെ അക്രമി സംഘം പെൺകുട്ടിയെ വലിച്ചിഴച്ച് ആശുപത്രിക്ക് പിന്നിലെ ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിച്ച് ബലാത്സംഗം ചെയ്തു. പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ തട്ടിയെടുത്തു. പരാതി നൽകരുതെന്ന് ഭീഷണിപ്പെടുത്തി. ആശുപത്രിയിൽ ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങളില്ലെന്ന് പെൺകുട്ടിയുടെ പിതാവ്. നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ കോളേജിൽ പ്രതിഷേധിച്ചു. ബലാത്സംഗത്തിനിരയായ പെൺകുട്ടി ആശുപത്രിയിൽ ചികിത്സയിലാണ്. മമതാ ബാനർജിയുടെ സർക്കാർ പൂർണ്ണ പരാജയമാണെന്നും ബംഗാളിൽ സ്ത്രീകൾ സുരക്ഷിതരല്ലെന്നും BJP ആരോപിച്ചു. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.